നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. 1964 ഒരു രാത്രി തിരുവനന്തപുരത്ത് സിതാരയിലേക്ക് ഒരു ഫോൺ കോൾ. സത്യൻ സാറല്ലേ? ഞാൻ കുഞ്ചാക്കോ. നാളെ നമുക്ക് തമിഴ്നാട് വരെ ഒന്ന് പോകണം. താങ്കൾ അഭിനയിക്കുന്ന പുതിയ ചിത്രമായ കാട്ടുതുളസിയിലെ നായികയെ കാണുവാൻ. സത്യൻ സമ്മതിച്ചു. അപ്പൊ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, നാളെ ഞാൻ ഒരാളെ കൂടി വിളിച്ചോട്ടെ, നമ്മുടെ സ്നേഹിതൻ നസീറിനെ കൂടി. കുഴപ്പമില്ല, പക്ഷേ നസീർ സാറിന് ഇതിൽ വേഷമില്ല. അത് സാരമില്ല, ഞാൻ വിളിച്ചാൽ അദ്ദേഹം വരും. അവർ മൂന്നുപേരും കൂടി കണ്ടുപിടിച്ച ആ നടി ആരാണെന്ന് നിങ്ങൾക്കറിയാവും? ഉഷാകുമാരി. നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടി ഉഷാകുമാരിയായിരുന്നു അത്. ഞാനിന്ന് അവതരിപ്പിക്കുന്നതും ഉഷാകുമാരിയെ കുറിച്ചാണ്. അജിത് കുമാർ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാലകൃഷ്ണൻ രുക്മിണി ദമ്പതികളുടെ മകളായി 1948 ജൂൺ 28 തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ഉഷാകുമാരി ജനിക്കുന്നത്. അന്ന് ഉഷാകുമാരി എന്നല്ല പേര് കേട്ടോ, അന്ന് ശാന്തി എന്നാണ് പേര്. രണ്ടുപേരുണ്ട്, നിർമ്മല, ശാന്തി, ഇങ്ങനെയാണ് പേര്. പക്ഷെ SLC വരെ അവിടെ പഠിച്ചു. പഠിക്കുന്ന സമയത്ത് തന്നെ ഭരതനാട്യം ചെയ്യുമായിരുന്നു, ഡാൻസ്. പിന്നെ അതിനുശേഷം ഡാൻസ് സ്കൂൾ ആരംഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തമിഴ് സിനിമ വെണ്ണീറേ ആടെ എന്നൊരു തമിഴുണ്ട് സിനിമയുണ്ട്, അതിൽ നിർമ്മല എന്ന കഥാപാത്രമായിട്ട് ഇവർ അഭിനയിക്കുക. അതോടെ അവരുടെ പേര് വെണ്ണീറേ ആടെ നിർമ്മല എന്നായി. അതാണ് അവരുടെ ആദ്യ ചിത്രം. പക്ഷേ ആദ്യ ചിത്രത്തിലെ പ്രിവ്യൂ കണ്ടപ്പോഴേ തന്നെ നിർമ്മല പറഞ്ഞു, ഇനി ഞാൻ അഭിനയിക്കില്ല. കാരണം അവർക്ക് തന്നെ ബുദ്ധിമുട്ട് തോന്നി. അതിലെ അഭിനയം, അതിന്റെ ആ മുഹൂർത്തങ്ങൾ ഒന്നും ശരിയായില്ല. തമിഴിൽ അത് ആ സിനിമ പുറത്തു വന്നുവെങ്കിലും അതിലെ അഭിനയം ഒട്ടും ശരിയായില്ലെന്ന് തോന്നിയവരിയ്ക്കുകയാണ്. അപ്പൊ അച്ഛനും അമ്മയും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അഭിനയിക്കേണ്ട, എനിക്ക് പറ്റില്ല, എനിക്കുള്ള കഴിവില്ല. ആ സമയത്താണ് നമ്മുടെ കുഞ്ചാക്കോയും ഇവർ മൂന്നുപേരും കൂടി ചെല്ലുന്നത്. അപ്പൊ പറയും, മാഷെ ഞങ്ങള് ഇനി അഭിനയിക്കാൻ തയ്യാറല്ല. അതെന്താ കാരണം? കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, ആദ്യത്തെ സിനിമയിൽ അഭിനയത്തിന് വളരെ മോശമായ അഭിപ്രായമാണ് കിട്ടിയത്. അതിലുപരി അവൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല, ഒരു ആത്മവിശ്വാസമില്ല. ഉടനെ അതിൽ സത്യൻ നസീർ കൂടി പറഞ്ഞു, കോൺഫിഡൻസ് ഞങ്ങൾ ഉണ്ടാക്കിയാലോ, ഞങ്ങൾ അഭിനയം പഠിപ്പിക്കാം എന്ന് പറയുകയാണ്. അത് ശരിയാകുമോ? ടാലന്റ് ഇല്ലാത്തവരെ പഠിപ്പിച്ചാൽ ശരിയാവും? അല്ല, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് അഭിനയിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു, ഞങ്ങൾ ശരിയാക്കാം. അങ്ങനെ ആ വാഗ്ദാനത്തിന്റെ ഇതിൽ അച്ഛൻ സമ്മതിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഉദയായിൽ 1965 പുറത്തിറങ്ങിയ കാട്ടുതുളസി എന്ന ചിത്രത്തിലെ ടൈറ്റിൽ കഥാപാത്രം തുളസി എന്ന കഥാപാത്രമാണ് ഒരു കാട്ടുപെണ്ണായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അഭിനയിക്കാൻ ചെന്നു കഴിഞ്ഞപ്പോൾ ഒരു പാട്ട് സീനാണ് ആദ്യം എടുത്തത്. വെള്ളിച്ചിലങ്ക അണിഞ്ഞും കൊണ്ടൊരു പെണ്ണ പാട്ട്. അത് 2 ദിവസം എടുക്കേണ്ടി വന്നു. ഒറ്റ ദിവസം കൊണ്ട് സാധാരണ തീർക്കേണ്ടതാണ്. ഇവരുടെ ഓരോ ടേക്ക് ശരിയാകാത്ത കാരണം വളരെ സഹിച്ചാണ് കുഞ്ചാക്കോ അത് രണ്ട് ദിവസം കൊണ്ട് തീർത്തത്. അപ്പോൾ അതിലെ അഭിനയം, ഓരോ മുഹൂർത്തങ്ങൾ ഇവർ പറഞ്ഞു കൊടുക്കുന്നത് മൂലം ഈ സംവിധായകനും സത്യനും ഒക്കെ പറഞ്ഞു കൊടുത്ത കാരണം അവരുടെ അഭിനയങ്ങൾ മെച്ചപ്പെട്ടു തുടങ്ങി. അപ്പോൾ സ്വയം ഒരു കോൺഫിഡൻസ് വന്നു, ഒരു ആത്മവിശ്വാസം വന്നു അവർക്ക്. പിന്നീട് ഓരോ സീനും, ആ സിനിമയുടെ ഓരോ സീനും വളരെ ഭംഗിയായി അവർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ മലയാളത്തിൽ അവർ പിന്നെ ധാരാളം ചിത്രങ്ങൾ അഭിനയിച്ചു. അവരുടെ ബ്രേക്കായ ചിത്രമാണ് കാട്ടുതുളസി. കാട്ടുതുളസി പുറത്തു വന്നതോടുകൂടി ധാരാളം അവസരങ്ങളും അവർക്ക് വന്നു. പ്രേംനസീറിനോടൊപ്പം ആദ്യമായിട്ട് അഭിനയിച്ച ചിത്രം ചേട്ടത്തിയാണ്. അതിലെ നസീറിന്റെ കാമുകിയുടെ വേഷത്തിലായിരുന്നു. സത്യൻ മാഷോടൊപ്പമാണ് കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ചെന്ന് ഹിറ്റായത്. മധുവിനോടൊപ്പം 1-2 ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ 1966 പുറത്തു വന്ന ചിത്രമാണ് സ്റ്റേഷൻ മാസ്റ്റർ. അത് അന്ന് ഗംഭീര വിജയം നേടിയതാണ്. അതായത് അതിൽ സത്യന്റെ അനിയനായിട്ടാണ് നസീർ അഭിനയിക്കുന്നത്. അനിയനെ സ്നേഹിച്ചിട്ട് വിധിയുടെ വൈപരീത്യത്താൽ ചേട്ടനെ വിവാഹം കഴിക്കുന്ന ഒരു രംഗമാണ് ആ ചിത്രത്തിലുള്ളത്. ഗീത എന്ന കഥാപാത്രം. അതിലൊക്കെ അവര് വളരെ ഭംഗിയായ രീതിയിലുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ കള്ളിപ്പെണ്ണ് എന്ന ചിത്രം, അതുപോലെ അസ്ത്രവിദ്യക്കാരിയായിട്ടാണ്, അതായത് പോലീസ് കേസ് അന്വേഷിക്കാൻ വരുന്ന സത്യനെ സഹായിക്കുന്ന ഒരു കഥാപാത്രമായിട്ടൊക്കെ വളരെ ഭംഗിയായി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചവങ്കാട്, അതിലൊക്കെ ആ പാട്ട് സീനൊക്കെ വളരെ ഭംഗിയായ ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അത് തന്നെയല്ല, ടൈറ്റിൽ കഥാപാത്രങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട്. ലോറ നീ എവിടെ, അതിലെ KP മോറിനൊപ്പം ഒരു പാട്ട് സീനുണ്ട്, അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റില്ല. കിഴക്കേ മലയിലെ വെണ്ണില ഒരു ക്രിസ്ത്യാനി പെണ്ണ്, ആ രംഗത്തൊക്കെ ഉഷാകുമാരി തന്നെയാണ്. അതുപോലെ
പ്രേംനസീറിന്റെ കൂടെയുള്ള ഗാനരംഗങ്ങൾ, ദുർഗലി, കാറ്റോടും മലയോരം, അതൊക്കെ പ്രത്യേക രീതിയിലുള്ള ഒരു പ്രകടനമാണ്. നസീറും ഷീലയും പോലെ തന്നെ നസീറിന്റെ കൂടെയും ധാരാളം ചിത്രങ്ങളുണ്ട്, സത്യന്റെ കൂടെയുണ്ട്. മധുവായിട്ട് മാത്രമാണ് കുറച്ച് ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുള്ളത്. ആ കരുണ എന്ന ചിത്രത്തിൽ മധുവിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്ന് രണ്ട് ചിത്രങ്ങളിലെ കൂടുതലുള്ളു. പിന്നെ അതിനുശേഷം സുകുമാരനോട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ സംഭവം. കാരണം രണ്ടിലൊന്ന സിനിമ, അതിൽ സുകുമാരൻ ഒരു സർക്കസിന്റെ കൂടാരത്തിലെ കഥയാണ്, അതിൽ സുകുമാരനൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നിന്നെ പ്രേമിക്കുന്ന ചിത്രത്തിൽ കമലഹാസന്റെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുതിയ തലമുറക്ക് ചിലപ്പോൾ ഉഷാകുമാരി അത്രയും പരിചയം കാണില്ല. യക്ഷിയിലെ ശാരദയാണ് നായികയെങ്കിലും ആ ലബോറട്ടറിയിൽ വെച്ച് ആ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് കാമുകിയുടെ വേഷം വിജയലക്ഷ്മി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഉഷാകുമാരിയാണ്. സ്വർണ്ണച്ചാമരം വീശിയെത്തുന്ന ആ ഗാനരംഗത്തുള്ളത്. അങ്ങനെ ധാരാളം ചിത്രങ്ങൾ, മലയാളം മാത്രമല്ല കേട്ടോ, മലയാളം, തമിഴ്, തെലുങ്കിലായ ഏകദേശം 250ഓളം ചിത്രങ്ങൾ അവർ അഭിനയിച്ചിട്ടുണ്ട്. ജയറാം നായകനായി പുറത്തു വന്ന 2001 ഷാർജ ടു ഷാർജ എന്ന ചിത്രത്തിലാണ് പ്രേക്ഷകർ അവരെ അവസാനമായി കാണുന്നത്. മലയാള സിനിമയിൽ ഒരു കാലത്ത് ഏകദേശം 10-16 വർഷത്തോളം നിറസാന്നിധ്യമായിരുന്നു ഉഷാകുമാരി എന്ന നടി.